ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ പത്രക്കോളങ്ങളിൽ വീണ്ടും ചർച്ചയായ മണ്ണാർക്കാട് നടന്ന ഒരു കുടുംബ കലഹം. അവിടെ ആദ്യം അതിനെക്കുറിച്ച് പത്രവാർത്ത വന്നു. അത് മുസ്ലിം ലീഗും CPM തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷമാണ്. മറ്റൊരു വാർത്ത വന്നു, അത് ഈ വിഭാഗം സുന്നികൾ തമ്മിലുള്ള സംഘർഷമാണ്. അതിന്റെ കൃത്യമായ ഹേതുകം പരിശോധിച്ചു നോക്കുമ്പോൾ അത് രാഷ്ട്രീയ സംഘർഷമോ മതസംഘടനകൾ തമ്മിലുള്ള സംഘർഷമോ അല്ല. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുയോഗത്തിന്റെ മറവിൽ ആ സംഘർഷത്തിന് അവസരം കിട്ടുകയും തങ്ങളുടെ പ്രതിയോഗികളായ രണ്ടുപേരെ കൊലപ്പെടുത്താൻ അക്രമകാരികൾക്ക് സൗകര്യം ലഭിച്ചു എന്നതിനേക്കാളപ്പുറം അതിന് മതസംഘടനാപരമായോ രാഷ്ട്രീയ സംഘർഷവുമായോ ബന്ധപ്പെടുത്തേണ്ട യാതൊരു സാഹചര്യവും അവിടെയില്ല. അവിടെ നിഷ്പക്ഷമായി അന്വേഷിച്ചാൽ ആ കാര്യം ബോധ്യപ്പെടും. കാന്തൂർ AP അബൂബക്കർ മുസ്ലിയാർ പറയുന്നു, സുന്നി പ്രവർത്തകരെ ഈ സമസ്തക്കാർ വെട്ടിക്കൊന്നു. 2 സുന്നി പ്രവർത്തകരെ വെട്ടിക്കൊന്നു. ഒരു സുന്നി പ്രവർത്തകൻ മാരകമായ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ കഴിയുന്നു എന്ന് വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 1998 അതേ പ്രദേശത്ത് മറ്റൊരു കൊലപാതകം നടന്നിരുന്നു. ആ കൊലപാതകത്തിലെ കേസിലെ പ്രതികളായിരുന്നു ഈ മരണപ്പെട്ട 2 പേർ. ആ കേസിലെ പ്രതികളാണ് ഈ മരണപ്പെട്ട 2 പേർ. എന്നാൽ ആ കേസിലെ പ്രതികളാണ് എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം നടന്ന കൊലപാതകത്തിൽ പ്രതികളായി അറസ്റ്റ് ചെയ്യപ്പെട്ടത് അന്ന് കൊലപാതകം നടന്ന ആ കേസിലെ അതുമായി ബന്ധപ്പെട്ട ആ കൊലപാതകത്തിലെ മരണപ്പെട്ട ആ വ്യക്തിയുടെ 2 മക്കളാണ് ഈ കൊലപാതകത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ അന്ന് തങ്ങളുടെ പിതാവിനെ കൊന്നതിന്റെ പ്രതികാരമായി ഇന്ന് ഈ വിഭാഗം അവരുടെ പിതാവിനെ കൊന്ന ആ കൊലപാതകികളുടെ സ്വന്തം മക്കൾ പ്രതികാരം ചെയ്തു എന്നതിനേക്കാളപ്പുറം ആ കുടുംബപരമായി വർഷങ്ങളായി നിലനിൽക്കുന്ന ആ ഒരു പശ്ചാത്തലമുണ്ടായി എന്നതിനേക്കാളപ്പുറം മറ്റൊരു പ്രത്യേകതയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടില്ല. ഈ 2 സുന്നി പ്രവർത്തകർ കൊല്ലപ്പെട്ടു വന്നു. ഒരു സുന്നി പ്രവർത്തകൻ ഇതിന്റെ പേരിൽ വളരെ ഗുരുതരമായ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ മരണപ്പെട്ട 2 പേരെ കുറിച്ച് നമ്മളൊന്നും പറയുന്നില്ല. അവർ മരണപ്പെട്ടുപോയി, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. പക്ഷേ പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ഈ മരണപ്പെട്ട 2 പേരുടെയും മൂത്ത ജ്യേഷ്ഠ സഹോദരൻ. ഇവരെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കുമ്പോൾ ഈ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നു എന്ന് പറയുന്ന ഇവരുടെ ഈ സുന്നി പ്രവർത്തകൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കാനല്ല ഞാനിത് പറയുന്നത്. പക്ഷേ സമസ്തയെക്കുറിച്ച് ഇങ്ങനെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കുടുംബ തർക്കങ്ങൾ പോലും മാധ്യമങ്ങളിലേക്കും തെരുവുകളിലേക്കും വലിച്ചെടുക്കപ്പെടുമ്പോൾ ഈ പരിക്ക് പറ്റിക്കിടക്കുന്ന ഇവരുടെ സുന്നി പ്രവർത്തകന്റെ ക്വാളിറ്റി എന്താണ് എന്ന് പൊതുസമൂഹം മനസ്സിലാക്കണം. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് തന്റെ സ്വന്തം ഭാര്യയെ വീട്ടിൽ വെച്ചുകൊണ്ട് കൊലപ്പെടുത്തി ആ വീടിന്റെ പിറകുവശത്തുള്ള കുളിമുറിയിൽ കൊണ്ടുപോയി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊന്ന പാരമ്പര്യമുള്ള അദ്ദേഹമാണ് ഇന്ന് ആശുപത്രിയിൽ കിടക്കുന്ന ഇവരുടെ സുന്നി പ്രവർത്തകൻ. ആ സുന്നി പ്രവർത്തകൻ എന്ന് അഭിമാനിക്കുന്ന അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാനാണ്, അല്ലെങ്കിൽ ആ മനുഷ്യന്റെ പേരിലാണ് ഒട്ടേറെ മുസ്ലിമായി നിസ്വാർത്ഥമായി പക്വമതികളായി സാത്വികരായ ഈ പണ്ഡിത നേതൃത്വത്തെ ആക്ഷേപിക്കാനും തെരുവിൽ കുപ്രചാരണം നടത്തിക്കൊണ്ട് മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ഈ വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് മുമ്പിൽ ഒരു കാര്യം വളരെ കൃത്യമായി പറയുന്നു. ഇവിടെ ഇപ്പോൾ അടുത്ത കാലത്തായി നമ്മുടെ നാട്ടിൽ കണ്ടുകൊടുക്കുന്ന മഹല്ലുകൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം എന്താണ്? മഹല്ലുകൾ പിടിച്ചടക്കാൻ ശ്രമിക്കുന്നു, മദ്രസകൾ പിടിച്ചടക്കാൻ ശ്രമിക്കുന്നു, സ്ഥാപനങ്ങൾ കയ്യേറാൻ ശ്രമിക്കുന്നു. ഇതിന്റെ പേരിൽ സംഘർഷമുണ്ടാകുന്നു, അക്രമമുണ്ടാകുന്നു, കൊലപാതകമുണ്ടാകുന്നു. അതിന്റെ പേരിൽ ആളുകൾ അക്രമങ്ങൾക്കിരയാകുന്നു, കേസെടുക്കപ്പെടുന്നു, കോടതിയിലെത്തുന്ന വിഷയങ്ങൾ. 1989 മുമ്പ് ഇത്തരം മഹല്ലുകളിൽ ഇതിന്റെ പേരിൽ രക്തച്ചൊരിച്ചിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. നമ്മൾ മുജാഹിദ് പ്രസ്ഥാനവുമായി ആശയപരമായി അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. ആ അഭിപ്രായ വ്യത്യാസം അതേപോലെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുമായി ആശയപരമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ മറ്റു മതസംഘടനകളുമായി ഇതേപോലെ ആശയപരമായ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്.
സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് സ്വാധീനമുള്ള, സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ മഹല്ലുകളിൽ ഇത്തരത്തിലുള്ള അവാന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗങ്ങൾക്ക് യൂണിറ്റുകളുണ്ട്. അവർ സമ്മേളനങ്ങൾ നടത്താറുണ്ട്, അവർ സ്ഥാപനങ്ങൾ നടത്താറുണ്ട്. പക്ഷേ അവിടെ സ്ഥാപനങ്ങൾ കയ്യേറിക്കൊണ്ടോ, അവിടെ പള്ളികൾ കയ്യേറിക്കൊണ്ടോ, അവിടെ മദ്രസകൾ കയ്യേറിക്കൊണ്ടോ, ഇത് ഞങ്ങളുടെ അധീനതയിൽപ്പെട്ട മഹല്ലാണ്, ഇവിടെ ഞങ്ങൾ പറയുന്നത് കൂടെ നടക്കണം എന്ന രീതിയിലുള്ള ഒരു കണിശമായ സ്വഭാവം ഇന്നുവരെ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ കീഴിലുള്ള ഒരു സമാന്തരമുണ്ടാക്കുന്നു. എന്തിനധികം പറയണം, സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ കീഴിലുള്ള ഏതെങ്കിൽ ആ മക്തബകൾക്ക് സമാന്തരമായി മക്ബറ ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷെ സമാന്തരമായി നേർച്ചപ്പെട്ട് ഉണ്ടാക്കാൻ വരെ ഇവർ മുന്നോട്ട് വന്നു. ഇങ്ങനെ സാമ്പത്തികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഏത് വൃത്തികെട്ട വഴിയും സ്വീകരിക്കാൻ കഴിയുന്ന തലത്തിലേക്ക് ഈ വിഭാഗം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ ഇന്നുവരെ മറുവിഭാഗം നടത്തുന്ന, മറ്റേതെങ്കിലും അവാന്തര വിഭാഗങ്ങൾ നടത്തുന്ന ഏതെങ്കിലും മഹല്ലുകളോ മദ്രസകളോ സ്ഥാപനങ്ങളോ കയ്യേറാൻ വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുലമയോ അതിന് കീഴ്ഘടകങ്ങളോ വളരെ കൃത്യമായി കണ്ടെത്താൻ സാധിക്കും. ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ നേതാക്കളൊക്കെ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ രീതിയിൽ കൃത്യമായി സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ കഴിഞ്ഞകാല ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അറിയാം, അങ്ങനെ ഒരു അക്രമം നടത്തിയോ, കയ്യേറ്റ ശ്രമങ്ങൾ നടത്തിയോ, അങ്ങനെ വൃത്തികെട്ട മാർഗങ്ങളിലൂടെ സ്വാധീനം ഉറപ്പിക്കേണ്ട ഒരു ഗതികേട് സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ അജണ്ടകൾ ഇന്ന് കൈകാര്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ സംഘടന പോലുമല്ല, അവരുടെ സമുദായത്തിനും പുറത്തുള്ള ഏതോ ശത്രുവാണ് എന്ന് തോന്നിപ്പിക്കാവുന്ന രീതിയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ കഴിയുന്ന ഏറ്റവും പുതിയ പുതിയ തെളിവുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏതർത്ഥത്തിലും വിമർശിക്കാം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6 വർഷം പോലും മുടിവെട്ടാതെ ജീവിച്ച പ്രാകൃത മനുഷ്യനാണെന്ന് ലേഖനം എഴുതാം, അത് സ്വന്തം പത്രത്തിൽ പ്രസിദ്ധീകരിക്കാം. പക്ഷേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്ര നിന്ദ്യമായി ചിത്രീകരിക്കാനും ഇവർക്കൊരു വൈമനസ്യമില്ല. പക്ഷേ നരേന്ദ്രമോദിയെ കുറിച്ച് മോശപ്പെട്ട വാക്ക് പ്രയോഗിക്കാൻ വല്ലാത്ത ഭയം, വല്ലാത്ത വേവന. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്ദ്യമായി ചിത്രീകരിക്കാനോ, നിന്ദ്യമായി ചിത്രീകരിച്ചുകൊണ്ട് പ്രസംഗിക്കാനോ, ലേഖനമെഴുതാനോ, കാസറ്റുകൾ പുറത്തിറക്കാനോ ഇല്ല. പക്ഷേ 2000 വരുന്ന മുസ്ലിം സമൂഹത്തെ കൂട്ടക്കൊല ചെയ്ത മനുഷ്യത്വമുള്ള ഒരു മനുഷ്യൻ പോലും ഇന്നുവരെ ആ നരേന്ദ്രമോദിയെ കുറിച്ച് നല്ല വാക്ക് പറയാൻ വൈമനസ്യം കാണിച്ചുകൊണ്ടിരിക്കുമ്പോ, ആ നരേന്ദ്രമോദിയെ കുറിച്ച് നല്ല വാക്ക് പറയാൻ വൈമനസ്യം കാണിക്കുന്ന പത്രലേഖകർ തിരിച്ചും മറിച്ചും ചോദിക്കുമ്പോഴും നരേന്ദ്രമോദിയെ കുറിച്ച് ചോദിക്കുമ്പോ അദ്ദേഹത്തെ കുറിച്ച് തൽക്കാലം ഞങ്ങൾക്ക് തീരുമാനമെടുത്തിട്ടില്ല എന്ന് പറയുന്നു. ഒരു മനുഷ്യനെ കുറിച്ച് തീരുമാനമെടുക്കാൻ മിനിമം ഒരു 2000 മുസ്ലിങ്ങളെങ്കിലും കൊന്നാൽ പോരെ. നരേന്ദ്രമോദിയെ കുറിച്ച് തീരുമാനമെടുത്തിട്ടില്ല അത്രയും. കഴിഞ്ഞ ദിവസം ഈ നരേന്ദ്രമോദിയുമായി ഇദ്ദേഹത്തിന് എത്രത്തോളം ബന്ധമുണ്ടെന്ന് ഇവിടെ CPM കോഴിക്കോട്ട് നടത്തിയ ഒരു സെമിനാറിൽ പങ്കെടുത്ത ഖുത്ബുദ്ദീൻ അൻസാരിയുടെ പ്രഭാഷണത്തിലൂടെ നമ്മളൊക്കെ കേട്ടു. ഇവിടെ CPM സെക്രട്ടറിയായ പിണറായി വിജയന്റെയും പ്രകാശ് കാരാട്ടിന്റെയും സാന്നിധ്യത്തിൽ ഈ ഖുത്ബുദ്ദീൻ അൻസാരി നടത്തിയ പ്രഭാഷണത്തിൽ പറഞ്ഞു, ഗുജറാത്തിൽ 10% മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും ഇന്നും നരേന്ദ്രമോദിയെ വളരെ വെറുപ്പോടുകൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഗുജറാത്തിലുള്ള സമ്പന്നരായ വലിയ ബിസിനസ്സുകാരായ ബോറ മുസ്ലിങ്ങളിൽപ്പെട്ട ഷിയ ആശയക്കാരായ ആ ബോറ മുസ്ലിങ്ങളിൽപ്പെട്ട വിഭാഗം നരേന്ദ്രമോദിയുടെ അനുകൂലികളാണ്. ബോറ മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം നരേന്ദ്രമോദിയുടെ അനുകൂലികളാണ്. ആ ബോറ മുസ്ലിങ്ങളോട് പോലും ഇവർ നരേന്ദ്രമോദിയുടെ അനുകൂലികളാണ് എന്ന കാരണത്താൽ അവിടുത്തെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും പ്രതിഷേധത്തിലും വളരെ വെറുപ്പോടുകൂടി എന്ത് വൃത്തികേടും ചെയ്യാം, പറയാം, പ്രചരിപ്പിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ തങ്ങളുടെ ചില നിക്ഷിപ്തമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, ചില സാമ്പത്തികമായ കടപ്പാടുകളുടെ പേരിൽ നരേന്ദ്രമോദിയെ പോലും വിമർശിക്കാനോ അല്ലെങ്കിൽ വിയോജിപ്പ് പുലർത്താനോ ഉള്ള വൈമനസ്യം കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാന്തപുരം എത്തിയപ്പോൾ െങ്കിൽ അദ്ദേഹം ആരെയാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിൽ പ്രതിനിധീകരിക്കേണ്ടത് എന്ന് ഈ സമൂഹത്തിൽ, ഈ രാജ്യത്തെ പൊതുസമൂഹം കൃത്യമായി മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് കൃത്യമായി ധാരണയുണ്ടാകണം എന്ന് മാത്രമാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. വിശദാംശങ്ങളുമായി ഒരുപാട് നമ്മുടെ നേതാക്കന്മാർ ഇവിടെ പ്രസംഗിക്കാനുണ്ട്. അവർ പുതിയ പുതിയ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രവാചക കേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് അത് പ്രവാചകന്റേതല്ല എന്ന് കൃത്യമായി ബോധം വന്നതിന്റെ പശ്ചാത്തലത്തിൽ കാന്തപുരം വിഭാഗവുമായി പൂർണ്ണമായി വിട പറഞ്ഞുകൊണ്ട് ആ വിഭാഗത്തിൽ മുഴുവൻ എല്ലാ തട്ടിപ്പുകളും പൊള്ളത്തരങ്ങളും നേരിട്ട് അനുഭവിച്ച് മനസ്സിലാക്കി ഇനിയൊരിക്കലും എന്റെ വിശ്വാസം സംരക്ഷിക്കണമെങ്കിൽ ഈ കൂടാരത്തിൽ എനിക്ക് നിൽക്കുന്നത് യോജിച്ച മാർഗമല്ല. എന്റെ വിശ്വാസം സംരക്ഷിക്കാൻ ഇനി ഏറ്റവും നല്ല കരണീയമായ മാർഗം അത് കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുലമ
മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ വലിയൊരു വിഭാഗത്തിൽപ്പെട്ട ആ വിഭാഗത്തിന്റെ പ്രതിനിധികളായി പല ആളുകളും ഇന്ന് ഈ സംഘടനയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പലർക്കും സമ്മർദ്ദങ്ങളുണ്ട്, പ്രലോഭനങ്ങളുണ്ട്, വലിയ വലിയ ഓഫറുകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ പോലും അതിനെല്ലാം അവഗണിച്ചുകൊണ്ട്, അതെല്ലാം അനുകരിച്ചുകൊണ്ട്, അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വെളിപ്പെടുത്തലുകളുമായി ബഹുമാന്യരായിട്ടുള്ള നമ്മുടെ അതിഥികൾ കൂടി ഈ വേദിയിൽ ഏതാനും നിമിഷങ്ങൾക്കകം ഇൻഷാ അല്ലാഹ് എത്തിച്ചേരാൻ വേണ്ടി പോകുന്നു. അതിനു മുമ്പായി നമ്മുടെ ബഹുമാന്യരായ നേതാക്കളുടെ പ്രഭാഷണങ്ങൾ ആരംഭിക്കുകയാണ്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് SKSF-ന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടന നടത്തിയ പ്രക്ഷോഭ സമിതിയുടെ ചെയർമാൻ കൂടിയായ ബഹുമാന്യനായ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ അവர்களാണ്. അദ്ദേഹത്തെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിൽ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാന്യനായ കോഴിക്കോട് ഖാദി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി അവர்களാണ്. തങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ഈ സമ്മേളനത്തിൽ എത്തിച്ചേരാൻ വേണ്ടി പോകുന്നു. അതേപോലെ ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള ബഹുമാന്യനായ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, SKSF-ന്റെ സ്ഥാപക പ്രസിഡന്റായിരുന്ന ബഹുമാന്യനായ അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പ്, അതേപോലെ ഇവിടെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനായ നമ്മുടെ ഈ സമ്മേളനത്തിൽ പ്രാർത്ഥന നടത്തിയ ബഹുമാന്യനായ CSK തങ്ങൾ, അതേപോലെ KKS തങ്ങൾ, അതേപോലെ ഹസൻ സക്കാഫി പൂക്കോട്ടൂർ, പ്രൊഫസർ ഓമാനൂർ മുഹമ്മദ്, സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി KR റഹ്മാൻ ഫൈസി, അതേപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ജലീൽ സഖാഫി പുല്ലാര, അതേപോലെ ഇവിടെ വേദിയിൽ ധാരാളം ആളുകളുണ്ട്. സമയം ദൈർഘ്യമായതുകൊണ്ട് ഞാൻ ഓരോരുത്തരുടെയും പേര് പറയുന്നില്ല. അതിന് പുറമെ ഈ വിഷയമായി നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകളുമായി നമ്മുടെ നേതാക്കന്മാർ, അതേപോലെ ഈ സംഘടനയിലേക്ക് കടന്നു വന്ന നമ്മുടെ പുതുമുഖങ്ങൾ കൂടി ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനിരിക്കുന്നു. ഒരുപക്ഷെ ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി ഓൺലൈനിലും ചില ആളുകൾ ബന്ധപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഈ സമ്മേളനത്തിൽ ഒരു പരസ്യം, ഒരു കൃത്യമായ പ്രചാരണം പോലുമില്ലാതെ വാർത്തകളും മറ്റുമൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ച പത്രങ്ങളിൽ പോലും അവരൊക്കെ വാർത്തകൾ മുക്കിയെങ്കിലും നിങ്ങൾക്ക് ആവേശപൂർവ്വം തടിച്ചുകൂടിയിൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഈ സമ്മേളനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുഴുവൻ സഹോദരങ്ങളെയും സഹപ്രവർത്തകരെയും വളരെയധികം ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷതരം അലങ്കരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ അവരെ ആദരപൂർവ്വം